മന്ത്രിമാരടക്കം വർഗീയ പരാമർശം നടത്തി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന നടപടി അത്യന്തം ഗൗരവകരമാണെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MP പറഞ്ഞു. UDF RMP വടകര നിയോജക മണ്ഡലം കമ്മിറ്റി ആഭിമുഖ്യത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുടെ വടകരയിലെ സ്വാഗത സംഘം രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർഗീയ പരാമർശം നടത്തി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന നടപടി സാധാരണ CPM പ്രവർത്തകർ പോലും അംഗീകരിക്കുന്നില്ലെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. ഫെബ്രുവരി 11 വടകര കോട്ടപ്പറമ്പിലാണ് യാത്രയ്ക്ക് സ്വീകരണം നൽകുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ UDFന്റെ ചരിത്ര വിജയം അത് നിയമസഭയിൽ ഉറപ്പായതോടെ എല്ലാ തലത്തിലും വർഗീയ പ്രചരണം ഇടതുപക്ഷം തുടരുകയാണ്. ഇതിൽ ജാഗ്രത പുലർത്തണമെന്ന് ഷാഫി പറഞ്ഞു. 83ഓളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണം നമുക്ക്, 7 ജില്ലാ പഞ്ചായത്തിന്റെ ഭരണം UDFന്, 54 മുനിസിപ്പാലിറ്റികളുടെ ഭരണം UDFന്, 4 കോർപ്പറേഷന്റെ ഭരണം UDFന്. ഈ ഗവൺമെന്റിനെ മടുത്തു എന്ന ജനങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു, ഡിക്ലറേഷൻ ആയിരുന്നു കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിന് സംശയമാണ്. അപ്പൊ അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ദിവസങ്ങൾ മാത്രം ബാക്കിയാണ്. ആ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് മറ്റൊന്നും ജനങ്ങളോട് പറയാനില്ലാത്ത ഒരു സംവിധാനം നാട്ടിലെ ജനങ്ങളെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ തമ്മിലടിപ്പിക്കാൻ വർഗീയ പ്രസ്താവനകളുമായി ഇറങ്ങിത്തിരിച്ചിട്ടുള്ള മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ വന്ന് നേരിട്ട് മനുഷ്യന്റെ ജാതി മതവും ചോദിക്കുക, തെരഞ്ഞെടുക്കപ്പെടുന്നവന്റെ ജാതി മതവും ചോദിക്കുക, മത്സരിച്ചവന്റെ ജാതി മതവും ചോദിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു തെരഞ്ഞെടുപ്പിൽ ഒരാൾ ജയിക്കണമെങ്കിൽ എല്ലാ ജാതിക്കും മതത്തിനും അതീതമായി ജനങ്ങൾ വോട്ട് ചെയ്താലേ ജയിക്കുകയുള്ളൂ. അതൊക്കെ അറിഞ്ഞിട്ടും മന്ത്രിമാർ തന്നെ നേരിട്ട് വന്ന് ഭരണഘടനാ വിരുദ്ധമായ സ്റ്റേറ്റ്മെന്റ്സ്, അവരുടെ പദവിക്ക് നിരക്കാത്ത വാചകങ്ങൾ പറയാൻ ഒരു CPM-കാരൻ, സാധാരണ ഒരു CPM-കാരൻ അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിൽ അവരുടെ നേതൃത്വം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ഭരണ നേതൃത്വത്തെ ഇനി മാറ്റിയേ തീരൂ എന്നാഗ്രഹിക്കുന്നവരുടെ പട്ടികയിൽ കോൺഗ്രസുകാരും UDF-കാരും മാത്രമല്ല, നാട്ടിലെ CPM-കാരും ഉണ്ട് എന്നുള്ളത് ജനങ്ങൾ ഇപ്പോൾ അംഗീകരിക്കുന്ന വസ്തുതയാണ്. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ, ഈ ഗവൺമെന്റിന്റെ പരാജയങ്ങൾ, നമ്മൾ വന്നാൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, കേരളത്തിന്, വടകരയ്ക്ക്, കോഴിക്കോടിനൊക്കെ വേണ്ടിയുള്ള കാഴ്ചപ്പാടുകൾ, ഇതൊക്കെ ജനങ്ങളുമായി സംവദിക്കുന്ന ഒരു വലിയ സംഗമമായി പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അവർ നയിക്കുന്ന ഈ പുതുയുഗ യാത്ര ഇവിടെ കടന്നു വരാനിരിക്കുക. ശരിക്കും കേരളത്തിന്റെ ഒരു പുതിയ യുഗം UDF-ലൂടെ നമ്മൾ സാധ്യമാക്കുമെന്നുള്ള പ്രഖ്യാപനമായിട്ട് ഈ യാത്ര മാറണം. കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ഇപ്പോ ഒന്നും വേണ്ട, തീരദേശത്തെ ജനതയോട് അധികാരത്തിൽ വന്നാൽ എന്ത് നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളത് കൃത്യമായി പറയാൻ UDF-ന് സാധിക്കും. ഞാനൊരു ഉദാഹരണം പറയാം. അപ്പൊ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങളുമായി സംവദിക്കുന്നു. ചടങ്ങിൽ മുന്നണി ചെയർമാൻ കോട്ടയിൽ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഏറാമല പഞ്ചായത്ത് പ്രസിഡന്റ് OK കുഞ്ഞബ്ദുള്ള, N വേണു, ബാബു ഉഞ്ചിയം, MC വടകര, കുളങ്ങര ചന്ദ്രൻ, പ്രദീപ് ചോമ്പാല, അഡ്വക്കേറ്റ് E നാരായണൻ നായർ, സതീശൻ കുരിയാടി, പറമ്പത്ത് പ്രഭാകരൻ, VK പ്രേമൻ, PS രഞ്ജിത്ത് കുമാർ, NP അബ്ദുൾ ഹാജി, M ഫൈസൽ, VK അസീസ് എന്നിവർ സംസാരിച്ചു.